Hello dears, welcome back to our channel. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ വരുമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വളരെ സിമ്പിൾ ഒരു 100 റുപ്പീസിൻ്റെ താഴെ വരുന്ന മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു മേക്കപ്പ് അടിപൊളി ഒരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ആ ഒരു മേക്കപ്പ് ലുക്കിന് വേണ്ടി. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ടാണ് നമ്മുടെ ചാനലിലോട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക്, പിന്നെ കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതോടെ ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. സോ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്ത് നല്ല വൃത്തിയിൽ ഫേസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് ബെഞ്ചാറാസിൻ്റെ പ്രീമിയത്തിൻ്റെ റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലേ, ഏകദേശം ഒരു 45 റുപ്പീസാണ് ഈ ഒരു ബോട്ടിലിന് ഫുള്ള് വരുന്നത്. ദെൻ ഒരു കോട്ടൺ എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസും നെക്കും ഒരുപോലെ ഞാൻ സർക്കുലർ മോഷനിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ക്ലെൻസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് മറക്കരുത്, സ്കിപ്പ് ചെയ്യൽ. എത്രത്തോളം നന്നായിട്ട് നമുക്ക് മേക്കപ്പ് ലുക്കിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ടുള്ള ഡേർട്ട് ഓയിലും ഒക്കെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. സോ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസിങ് ആണ്. നല്ല രീതിയിൽ അത് സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വാസ്ലൈൻ്റെ സാഷ പാക്കറ്റാണ്. ഇത് എപ്പോഴും ഞാൻ വാങ്ങിച്ചതാണ്. 15 റുപ്പീസാണോ 20 റുപ്പീസാണോ എന്ന് അറിയത്തില്ല. ഡ്രൈ സ്കിന്നിന് വേണ്ടി ഉള്ളതാണ്. ഇതൊരു ബോഡി ലോഷനാണ്, പക്ഷേ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ നോർമൽ ടു ഡ്രൈ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഷനാണ്. നിങ്ങളുടെ ഓയിലി ഫേസുകാരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ കുറച്ച് ഞാൻ എമൗണ്ട് എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷന് വേണ്ടി NYBയുടെ ഒരു ഓൾ പർപ്പസ് സ്റ്റിക്കാണ്. നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെയും ഇത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഫൗണ്ടേഷനായിട്ട്, കൺസീലറായിട്ട്, അതേപോലെ കളർ കറക്ഷന് വേണ്ടി പിമ്പിൾസും അതിൻ്റെ ആക്നെ മാർക്സുകളൊക്കെ ഉണ്ടെങ്കിൽ മറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 103 അതോ 115 സംതിങ് ആണ്. എങ്ങനെയാണെങ്കിലും 125ക്ക് അടിയിൽ വരുന്നതാണ്. അപ്പം ഞാൻ ആ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലോട്ട് ഇതെല്ലാം നന്നായിട്ട് ആ സ്റ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ എന്നിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിലോട്ട് ഇത് ഒന്ന് എന്താ പറയുന്നത് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ഡാബ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ മോർ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട സ്ഥലത്തൊക്കെ നന്നായിട്ട് നമുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ. അപ്പം ഞാൻ രണ്ടാമതും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ പിമ്പിൾസിൻ്റെ ചെറിയ മാർക്സ് ഉള്ളിടത്തും അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്തും അതേപോലെ എൻ്റെ നെറ്റിയുടെ അവിടെ ചെറിയൊരു പിമ്പിൾസ് വന്ന മാർഗം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടെ ഡാബ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടത്തുള്ളൂ. അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഡാബ് ചെയ്യണം. അതാണ് ഏത് മേക്കപ്പ് യൂസ് ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. നന്നായിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ സ്കിന്നിലോട്ട്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഇനിയും ഞാൻ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം, NYBയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതും ഏകദേശം ഒരു 120 റുപ്പീസിൻ്റെ അടിയിൽ വരുന്ന ഒരു അടിപൊളി കോമ്പാക്ട് പൗഡറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ. അപ്പം നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഇത് അതിൻ്റെ കൂടെ തന്നെ സ്പോഞ്ച് വരുന്നുണ്ട്. അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ മിററും കൂടി വരുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഒരു സാധനമാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് വെച്ച് ആ ഒരു സ്പോഞ്ച് തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഓയിൽ സെക്രീഷനൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്ത മേക്കപ്പൊക്കെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇല്ലാണ്ടാവും അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് പ്രൈമേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ പെട്ടെന്ന് കാണിക്കാനായതുകൊണ്ട് പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ അല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോമ്പാക്ട് പൗഡർ നന്നായിട്ട് ഓയിൽ സെക്രീറ്റ് ആകുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഇനി നമ്മുടെ ലിപ്പ് കളർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ADS Pro എന്ന് പറയുന്ന ഒരു ലിപ്പ് ലൈനറാണ് എടുത്തേക്കുന്നത്. ഇത് എല്ലാ ഷോപ്സിലും അവൈലബിൾ ആയിട്ട് ഉള്ള ഒരു ലിപ്പ് ലൈനർ ആണ്. ADS Pro ആണ് പേര്. ജസ്റ്റ് 25 ആണോ 30 റുപ്പീസ് ആണോ എന്ന് അറിയത്തില്ല. എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കിയാൽ മതി. അത്യാവശ്യം ഡാർക്ക് കളർ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെഡ് കളർ കുറച്ച് ഡാർക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ലൈനർ വെച്ചിട്ടാണ് നമ്മുടെ ഫുൾ ലിപ്സ് ഞാൻ കളർ ചെയ്തെടുക്കുന്നത്. ഞാൻ നമ്മുടെ ലിപ്സ് കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കണ്ണാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് സ്റ്റേറ്റ് ക്വിക്കിൻ്റെ ഒരു നമ്മുടെ കാജൽ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 100 റുപ്പീസിന് താഴെ വരുന്ന ഒരു അടിപൊളി കാജലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഒട്ടും തന്നെ സ്പ്രെഡ് ആവത്തില്ല. നല്ലൊരു വളരെയധികം നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരു അടിപൊളി കാജൽ സ്റ്റിക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ നമ്മുടെ കണ്ണാടി എനിക്ക് കുറച്ച് നിർബന്ധമാണ്. സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആവത്തില്ലല്ലോ, അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കണ്ണാടി മിറർ വെച്ചിട്ട് ഞാൻ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ബോൾഡായിട്ട് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ എഴുതുന്നത്. എന്നിട്ട് ലൈറ്റായിട്ട് സൈഡിൽ വാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണിന് നന്നായിട്ട് വെളുപ്പം തോന്നും. എന്നിട്ട് താഴെ ഞാൻ വാട്ടർ ലൈനിൽ ലൈറ്റായിട്ട് അത് ഉപയോഗിച്ചിട്ട് എഴുതുന്നുണ്ട്. ഏകദേശം ഒരു 5-6 മണിക്കൂർ വരെ ഒരു പ്രശ്നമില്ലാതെ നിൽക്കും കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐലൈനർ ഇല്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു കാജൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കണ്ണിന് നല്ല ബോൾഡായിട്ട് എഴുതിക്കൊണ്ട് പോകാം. അപ്പോൾ ഞാൻ ഒരു കണ്ണ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ കണ്ണിന് എഴുതാനായിട്ട് കുറച്ച് വാക്ക് കുറവാണ്. അതുകൊണ്ട് ഞാനത് കണ്ണാടിയിൽ തന്നെ നോക്കി നല്ല പ്രോപ്പറായിട്ട് അതും ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ താഴെയായിട്ട് എനിക്ക് കുറച്ച് ഫീലിംഗ് തോന്നി. അപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട് ഞാനിവിടെ സ്പിൻസിൻ്റെ ഒരു ബ്രൈറ്റനിങ് പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഡ്രൈ ആയിട്ട് വെക്കാനായിട്ട്. എന്തായാലും അത് പടരാത്ത കാജലാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ട് വെക്കാനായിട്ടാണ് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ സെക്രീഷൻ ഇവിടെ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് ബ്ലഷായിട്ട് ഞാനിവിടെ ഒരു മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ലിപ് ബാം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളർ വരുന്ന ഒരു സൂപ്പർ ലിപ് ബാമാണ്. നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെ ബ്ലഷായിട്ടൊക്കെ യൂസ് ചെയ്യാം. ആലിയാസ് ലവ്സ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നല്ലൊരു കളറാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ഈദ് മേക്കപ്പ് ലുക്ക് കേട്ടോ. സോ അപ്പം നമ്മൾ ഫേസിൻ്റെ മേക്കപ്പ് ലുക്ക് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ആ തട്ട് ഒന്നിട്ട് റെഡി ആക്കിയിട്ട് വരണം. കാരണം മുടിയും കമ്മലൊന്നും ആവശ്യമില്ലല്ലോ, എല്ലാം ഉള്ളി പോകത്തില്ലേ. അപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ അതുകൂടി ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഫൈനൽ ലുക്ക് വന്നിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഷോയിലൊന്നും മര്യാദയ്ക്ക് ഒതുങ്ങാത്തതുകൊണ്ട് ഇത് തലയിൽ ചുറ്റാൻ വളരെ ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ ചുറ്റിയേക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ വക എൻ്റെ വക എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. അപ്പം നാളെ പുതിയൊരു വീഡിയോയുമായി കാണാൻ വരുന്നേക്കും. ബൈ.